ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മുടെ ഒരുപാട് ഇൻഫർമേഷൻ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണെല്ലാം ഫോർമാറ്റ് ചെയ്യണമെന്ന് കരുതുക. ഇത്തരത്തിൽ നിങ്ങൾ ഫോണെല്ലാം ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് എല്ലാം ചിലപ്പോൾ ഓർമ്മയുണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണ് റിക്കവർ ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാസ്വേഡ് ഇല്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് പുതിയതായി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം തന്നെ നിങ്ങൾ റിക്കവറി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കണം. പലരും ഈ ഒരു കാര്യമൊന്നും കറക്റ്റായി ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് എല്ലാം തന്നെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പേർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. കാരണം എനിക്ക് എൻ്റെ ജിമെയിൽ ഐഡി ഇത് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യമെല്ലാം സെറ്റ് ചെയ്യുക. ഇതിനായി ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫോണിലെ ഗൂഗിൾ എന്ന ഈ ഒരു ഓപ്ഷനിലാണ് പോകുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു പ്രൊഫൈൽ ഐക്കൺ എല്ലാം സൈഡിൽ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റെക്കമെൻഡഡ് ആക്ഷൻസ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കോഷൻ സിമ്പൽ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായും സെറ്റ് ചെയ്തിരിക്കണം. ഇതിനായി നമ്മൾ ഇവിടെ ഈ റെക്കമെൻഡഡ് ആക്ഷൻസ് എന്നതിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അതായത് ആഡ് ഫോൺ നമ്പർ, ആഡ് റിക്കവറി ഇമെയിൽ. അപ്പോൾ പലരും അവരുടെ അക്കൗണ്ടിൽ ഈ ഡീറ്റെയിൽ ഇതൊന്നും തന്നെ സേവ് ചെയ്തിട്ടുണ്ടാകില്ല. ഇനി ചില ആളുകൾ അവരുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും അത് ചിലപ്പോൾ പഴയ മൊബൈൽ നമ്പർ എല്ലാം ആയിരിക്കും. പുതിയ മൊബൈൽ നമ്പർ എല്ലാം ഇതെല്ലാം മാറ്റിയതിന് ശേഷം പഴയ നമ്പർ തന്നെയാണ് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ സെറ്റിങ്സിൽ പോയതിന് ശേഷം ചേഞ്ച് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഫോൺ നമ്പർ എന്നതിന് അടുത്തായി ഇവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻ ലോക്ക് എല്ലാം കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഈ ഒരു സ്ക്രീൻ ലോക്ക് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫോൺ നമ്പർ വേരിഫൈ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണോ ഇത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്തു. ഇനി നമുക്ക് കാണാം ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു നമ്പർ തന്നെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിലേക്ക് ഒരു OTP അല്ലെങ്കിൽ വേരിഫിക്കേഷൻ കോഡ് എല്ലാം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓക്കെ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് ഒരു 6 ഡിജിറ്റ് കോഡ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇത്തരത്തിൽ ഇത് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിലായി ഇവിടെ സക്സസ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ എല്ലാം താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ഇപ്പോൾ ഫോൺ നമ്പർ എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേരിഫിക്കേഷൻ മെത്തേഡിൻ്റെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് റിക്കവറി ഇമെയിലാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ പാസ്വേഡ് എല്ലാം മറന്നുപോയി അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം തന്നെ മറന്നു പോയാലും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പർ അതുപോലെ ഇമെയിൽ ID എല്ലാം വെച്ചുകൊണ്ട് നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറിൽ ഏതെല്ലാം ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എല്ലാം മറന്നുവെങ്കിൽ നമുക്ക് വീണ്ടും നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം റിക്കവർ ചെയ്യണമെങ്കിൽ ഇതിന് നിർബന്ധമായും നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് റിക്കവറി ഇമെയിൽ എന്നത്. അപ്പോൾ ഇതുകൂടി നമ്മൾ ഇവിടെ ആഡ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സ്, അതായത് മറ്റൊരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു 6 ഡിജിറ്റ് വേരിഫിക്കേഷൻ കോഡെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്, അതായത് സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അവിടെ നിന്നും ആ ഒരു മെയിലെല്ലാം ഓപ്പൺ ചെയ്ത് ആ ഒരു 6 ഡിജിറ്റ് കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതും സക്സസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ നമ്മുടെ അൾട്ടർനേറ്റ് ഇമെയിൽ അഡ്രസ്സ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കാം. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്